ലോക്കയിൽ തന്നെ മമ്മൂക്കയുടെ ശബ്ദമാണ് ഉള്ളത് വോയിസ് ആയിട്ട്. അപ്പം വിശ്വസിക്കത്തില്ല ഇത്രയും മാത്രം ഓപ്ഷൻ ഒരു വേണ്ടേ ബട്ട് ദ എൻ നമ്പർ ഓഫ് ഓപ്ഷൻസ് എന്തായിരിക്കും അവിടെ വേണ്ടെന്നുള്ളത്. ഈ പറഞ്ഞ രണ്ടും മ്യൂസിക്കും സൗണ്ടും നമ്മൾ കേൾക്കുന്നത് ചെവി കൊണ്ട് തന്നെ, അല്ലെങ്കിൽ വേറെ ഓർഗനൊന്നുമില്ല. പഴയ പടങ്ങളാണ് ഇപ്പോൾ കള, ഇബ്ലിസ്, ഓമനക്കുട്ടൻ, ഇതിൻ്റെയൊക്കെ സൗണ്ട് ഡിസൈനറും മ്യൂസിക് കമ്പോസറും ഞാൻ തന്നെയായിരുന്നു. സോ വാട്ട് ഹാപ്പൻസ് അല്ലെ യു ഗെറ്റ് ദ എൻറ്റയർ സൗണ്ട് സ്കേപ്പ് ഇൻ യുവർ ഹാൻഡ്, കൺട്രോൾ ചെയ്യാനുള്ള ഒരു സാധനം. വൺ ഇൻട്രസ്റ്റിംഗ് തിങ് ലൈക്ക് സെക്കൻഡ് ഹാഫിൽ വീഴുന്നുണ്ട്, നോട്ട് ഷോയിങ്, ബട്ട് വീണ് കഴിഞ്ഞിട്ടുള്ള ആ സൗണ്ടിൽ ചിരി വീഴാന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാരും തിയേറ്ററിൽ ചിരിക്കുമായിരുന്നു. സൗണ്ട് മാത്രം കേട്ടിട്ട് വീഴും നമുക്ക് മനസ്സിലായി. എനിക്ക് വന്ന് നിൽക്കുമ്പോഴേക്കും പട്ടിനെ കോൾ ചെയ്യുന്നുണ്ട്, ഒരു കോൾ വെച്ചിട്ട് ഞാൻ തന്നെ ഡബ് ചെയ്തിട്ടേക്കണേ ഇപ്പോൾ. സോ ഐ ഹാവ് ഗിവൻ ദ സൗണ്ട് ഫോർ ദാറ്റ്. ഈ ഡബിങ്ങിന്റെ ഗുണം എന്ന് വെച്ചാൽ യു ക്യാൻ ചേഞ്ച് ദ ഫ്ലേവർ ഓഫ് ദ ക്യാരക്ടർ. ഒരു ക്യാരക്ടർ ലൊക്കേഷനിൽ ഇങ്ങനെ പെർഫോം ചെയ്തേക്കുന്നത് ചിലപ്പോൾ ആ ക്യാരക്ടറിന്റെ ഫ്ലേവർ തന്നെ മാറ്റി കളയാം. ഐ ഹാവ് സീൻ ലൈക്ക് ആർട്ടിസ്റ്റ് ഡു ദാറ്റ്. ഇപ്പോൾ ഇതിന്റെ മിക്സിംഗ് ചെയ്ത രാജേഷൻ ആണെങ്കിലും ഇപ്പോൾ വിഷ്ണു ഗോവിന്ദ്, അജയ് നാട്ട്, ജയദേവ്, ഇവരൊക്കെ എല്ലാവരും തന്നെ ഭയങ്കര എക്സെപ്ഷണൽ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. ചെയ്യുന്നത് അത്രയും ഭയങ്കര ഡീറ്റെയിൽ, ദേ വിൽ ഫൈറ്റ് ഫോർ ഇറ്റ്. നമ്മുടെ മലയാളത്തിലെ ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവിയായി സക്സസ്ഫുള്ളി തിയേറ്ററുകളിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ലോകയുടെ സൗണ്ട് ഡിസൈനറും സ്റ്റേറ്റ് അവാർഡ് വിന്നറുമായ മിസ്റ്റർ ഡോൺ വിൻസെൻ്റ് ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. വെൽക്കം മിസ്റ്റർ ഡോൺ വിൻസെൻ്റ് ടു ബ്ലൂപ്പ് സെഷൻസ്. താങ്ക് യു. അപ്പം ലോക മൂവിയുടെ സക്സസിനെ കുറിച്ച് എന്താണ് ഡോണിന് പറയാനുള്ളത്? ഹൗ ഡു യു ഫീൽ? At this moment we are happy, like it is doing good in theaters and people welcomed it like in a good way, so accepted, okay, this can be a workout in the industry, so we are happy. ആക്ച്വലി ആൾക്കാർ ഇപ്പോഴും 2 ടൈമൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് മൂവി. Like even I like I have heard like there are people like watching like 7 to 8 times, and there are like the younger crowds. Our like repeat watch, and I get messages, cheta that scene, cheta this scene, it's like amazing, like, and they want to go back to theater. Like usually people wait for the OTT thing, but this is like they want to go to theater and watch it again and again. Right, even ഞാൻ ഒത്തിരി കഴിഞ്ഞ ആഴ്ചയാണ് മൂവി കണ്ടത്. I feel like watching it again. I even now, like yesterday I went for a show in late night yesterday, so that was like fully packed. നമ്മളിപ്പം ലോക മൂവി അത് സ്റ്റാർട്ട് ചെയ്ത് തിയേറ്ററിൽ വന്നത് മുതൽ ആൾക്കാർ അതിനെക്കുറിച്ച് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ പറയുന്നുണ്ട്. വിഷ്വലി വളരെ ബ്രില്യൻ്റ് ആണ് ആ മൂവി, സിനിമാറ്റോഗ്രഫി ആയാലും എല്ലാം. സോ ആസ് എ സൗണ്ട് ഡിസൈനർ ഓഫ് ദിസ് മൂവി, what do you have to say about it? Like for what I feel is like for a film to work, like everything has to be on like equally balanced. So visually is amazing, and before that like it starts with the scripting. So once everything is there in the script, then you just have to branch out and do our best and give the output. Apo like visually like we can see what is there, but when it comes to sound, it was little challenging for us. Like our world is like new to us. That Lokah universe you're talking about. Like though it's placed in Bangalore, but in Bangalore the typical sounding namukku angana venam. Like if you start off the film like first railway station, we just mentioned with the railway announcement. So that's something which I noticed when I went to Bangalore. There's some peculiarity, difference in the like tang. That sound which is coming in coming before the announcement is different in Bangalore. That's what I noticed. And nice. So that is there in the first shot itself. So like and മുന്നോട്ട് പോകുമ്പോൾ ലൈക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ലൈക്ക് അപ്പം ഡോൺ ഇങ്ങനെ പല ലൊക്കേഷനുകളിലും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും ഇരിക്കുമ്പോൾ നമ്മളൊരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ പല കേൾക്കുന്ന സൗണ്ടുകളൊക്കെ എങ്ങനെ ഈ ഒരു സൗണ്ട് ഡിസൈനിലേക്ക് വരുമ്പം അത് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അതെങ്ങനെയാണ്? അതിപ്പോൾ ഓൾറെഡി സ്പേസിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സൗണ്ട്സ് ഡെഫിനറ്റ്ലി ചിലത് ബോദർ ചെയ്യും, ചിലത് നമ്മളത് ഒബ്സർവ് ചെയ്യും. ഡെഫിനറ്റ്ലി വെൻ യു ഗോ ടു സ്പേസ് ഒബ്സർവ് ചെയ്യും. അതിപ്പോൾ മ്യൂസിക് ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ഐ കീപ് ഒബ്സർവിങ്, ഓക്കെ എന്താണ് കിട്ടുക. ഇപ്പോൾ ഈ പടത്തിൽ തന്നെയാണെങ്കിലും യു ക്യാൻ സീ ലൈക്ക് അവർ നിൽക്കുന്ന സ്പേസസിൽ യു ഹിയർ ദ സൗണ്ട്സ് വാട്ട് ഈസ് നോട്ട് ഇൻ ദ ഫ്രെയിം ഓൾസോ. So that is coming out from the observation, like or they are creating that. അതിപ്പോൾ ഞാൻ ചില സാധനങ്ങൾ മോസ്റ്റ്ലി they are shot in like in a construct like studio sets ഇല്ല, but we have to create the environment. നമുക്ക് മൂവിയുടെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഇപ്പം മ്യൂസിക് അതായത് നമ്മൾ റൈറ്റർ ഡയറക്ടർ ഒരു സംഭവങ്ങളുണ്ടാവും, എങ്ങനെ വരണം,
സ്ക്രീൻ പ്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഈ സൗണ്ട് ഡിസൈൻ ഏത് ഫേസിലാണ് വരുന്നത്? സൗണ്ട് ഡിസൈൻ ആക്ച്വലി ലൈക്ക് ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് ദ സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ തന്നെ പോകണം എന്നുള്ളതാണ് വാട്ട് ഐ ഫീൽ. ബിക്കോസ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ പ്രീ പ്രൊഡക്ഷൻ. ലൈക്ക് എഴുതുമ്പോൾ തന്നെ ലൈക്ക് യൂഷ്വലി ലൈക്ക് പുറത്തൊക്കെ എന്ന് വെച്ചാൽ ദർ ആർ പീപ്പിൾ ഹു ഡു ഹിയർ ഓൾസോ ലൈക്ക് ദേ റൈറ്റ് എ സൗണ്ട് സ്ക്രിപ്റ്റ്. പടത്തിൻ്റെ ഒപ്പം തന്നെ സൗണ്ട് സ്ക്രിപ്റ്റ് ഓർ ലൈക്ക് മ്യൂസിക് സ്ക്രിപ്റ്റ് ഓൾസോ ഉണ്ട്. ലൈക്ക് ദിസ് വിൽ ബി ദ സ്കോർ ലൈക്ക് എ സിനിസ്റ്റർ സ്കോർ ഓർ ലൈക്ക് ഇൻട്രൂവിങ് സോങ്, അങ്ങനെ ഒരു എന്തെങ്കിലും ലൈക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും ആ ഒരു ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇറ്റ് ഹാസ് ടു ഗോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ഫ്രം ദ പ്രീ പ്രൊഡക്ഷൻ ഇറ്റ്സെൽഫ്. ഞാനും ഇതാ പുതിയ അറിവാണ് എനിക്ക്. ലൈക്ക് മോസ്റ്റ്ലി ഇറ്റ് ഹാപ്പൻസ് ലൈക്ക് ഓക്കെ പടം ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യും ലൈക്ക് ഓക്കെ ഇനി നമുക്ക് സൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ് നോർമലി. ലാസ്റ്റ് മൊമെന്റിൽ വന്ന ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നമ്മളിപ്പോൾ വർക്ക് ചെയ്യുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാം മുന്നേ തന്നെ. അതെ അതെ അതെ. ബട്ട് യൂഷ്വലി അങ്ങനെയാണ് ഒരു ഇതുള്ള എല്ലാം കഴിയുമ്പോൾ. ബട്ട് മുന്നേ ഉണ്ടെങ്കിൽ ലൈക്ക് വി ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ സൗണ്ട് സ്കേപ്പ്. ലൈക്ക് വി ക്യാൻ ടെൽ ദം ഓക്കെ കറക്റ്റ്. അതിന് എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം, വിച്ച് ഹെൽപ്പ് ഇൻ പ്രൊഡക്ഷൻ ഓൾസോ. ചില ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ ഭയങ്കര നോയ്സ് ആയിട്ട് ലൊക്കേഷൻ ആയിരിക്കും, മേ ബി അവിടെ അത് പുൾ ഓഫ് ചെയ്യാൻ ഓക്കെ സൗണ്ട് പറയാം ഓക്കെ ഇങ്ങനെ ചെയ്താൽ അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. സോ ഇൻ ദാറ്റ് വേ ലോക്കലിൽ നമ്മൾ ചെയ്തപ്പോഴേക്കും വാട്ട് വി ഡിസ് ലൈക്ക് ചമൻ ആക്ച്വലി ഗേവ് ലൈക്ക് ഈസ് ദ എഡിറ്റർ. സോ ഹി ഗേവ് ലൈക്ക് എ കട്ട് ലൈക്ക് മേ ബി നോട്ട് ദ ഫസ്റ്റ് കട്ട് വാസ് ലൈക്ക് പ്രിറ്റി ലോങ്. സോ മേ ബി എ സെക്കൻഡ് കട്ട് ഓർ തേർഡ് കട്ട് ഈ പറഞ്ഞ ഒരു 250 ആ ഫ്രെയിം 2 hour 50 minutes ഫ്രെയിമിലുള്ള ഒരു കട്ട് ഉണ്ടായിരുന്നു. വി ഡിഡ് സൗണ്ട് ഡിസൈൻ ഓൺ ദാറ്റ്. ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് 70 to 80% സൗണ്ട് ഡിസൈൻ അതിൽ ചെയ്തു. Then it went back to edit so that some points were able to achieve on the like transition points കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റി ഈ സൗണ്ട് കൊടുത്തേക്കുന്നുണ്ട്. There are points like maybe ഈ ലാസ്റ്റ് ഫസ്റ്റ് ബേസ്മെന്റ് ഫൈറ്റിന് മുമ്പ് ഒരു ചെറിയൊരു റിവേഴ്സ് പോലെ വന്നിട്ട് ലൈറ്റ് സ്വിച്ച് ആവുന്നതെല്ലാം കട്ടാവുമ്പോഴാണ് ഷീസ് ഓപ്പണിംഗ് ദ സീൻ വിത്ത് ദ ഗാർബേജ് ഔട്ട് പോകുന്നത്. അങ്ങനത്തെ ട്രാൻസിഷൻസ്. പിന്നെ മേജർ തിങ് ഇസ് ലൈക്ക് ഇങ്ങനെ വരുമ്പോഴേക്കും there are sequences where we blend music and sound design also. Like ഇപ്പോൾ കിക്കും സ്നെയറും കൂടെ പോകുമ്പോൾ സ്നെയർ ലൈക്ക് വി ഹാവ് യൂസ് ദ സ്നെയർ ആസ് എ ബുള്ളറ്റ് ഷോട്ട്സ്. സെക്കൻഡ് ഹാഫിൽ മറ്റേ വില്ലൻ കയറി അകത്ത് സെർച്ച് ചെയ്യുന്ന അവിടെ ലൈക്ക് വി ഹാവ് matched with the like that maybe it will be a bullet sounds. So all these things where we have blend ചെയ്യാൻ ഇതിങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടത്തുള്ളൂ. ലൈക്ക് വി സീ എ ഫിലിം ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് സൗണ്ട് അതിൽ കിട്ടത്തില്ല. ലൈക്ക് ഇത് അങ്ങ് പോയി തിരിച്ചു എഡിറ്റ് കാണുമ്പോഴായിരിക്കും വേറെ ഒരു ഐഡിയ വരുന്നത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി. സൗണ്ട് തിരിച്ചവിടെ കൊടുത്തു വരുമ്പോഴേക്കും ചിലപ്പോൾ ബെറ്റർ ട്രാൻസിഷനും കിട്ടുന്നത്. ചില ഫൈറ്റിൽ ഇപ്പോൾ ആ പാട്ടിൽ തന്നെ ഷോർട്ട് ഗ്ലാസ്സസ് വെക്കുന്നതിലാണ് അവൻ ട്രാൻസിഷൻ പിടിച്ചേക്കുന്നത്. അതൊക്കെ ബീറ്റിൽ കിട്ടുന്ന പരിപാടി. അതെ അതെ അതെ. അവരുടെ ആ പാട്ട് കഴിഞ്ഞിട്ടുള്ള സീക്വൻസിൽ ഒരു ഫ്ലൈറ്റ് പാസ് ഉണ്ട്. ആ ഫ്ലൈറ്റ് പാസ് ശരിക്കും പറഞ്ഞാൽ വിഷ്വലില്ല. ബട്ട് ആ ഫ്ലൈറ്റ് പോയിട്ട് അപ്പോൾ നസ്ലിൻ ചോദിക്കുന്നുണ്ട് അതെന്ത് ഉൽക്കയാണോ, ബിക്കോസ് ഹി വാസ് ഹൈ. സോ പടത്തിൽ ഹൈ. സോ അത് ഉൽക്കയാണോ എന്ന് പറയുമ്പോൾ ഇല്ല അത് ഫ്ലൈറ്റാടാ ഉണ്ടാന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ അതുപോലെ തന്നെ വൺ ഇൻട്രസ്റ്റിംഗ് തിങ് ലൈക്ക് സെക്കൻഡ് ഹാഫിൽ നസ്ലിൻ വീഴുന്നുണ്ട്, നോട്ട് ഷോയിങ്, ബട്ട് വീണ് കഴിഞ്ഞിട്ടുള്ള ആ സൗണ്ടിൽ ചിരി വീഴാന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാരും തിയേറ്ററിൽ ചിരിക്കുമായിരുന്നു. സൗണ്ട് മാത്രം കേട്ടിട്ട് വീണു നമുക്ക് മനസ്സിലായി. അതൊരു മിഡ് ക്ലോസ് ആണ്. പിന്നെ ആ വീണ് കഴിഞ്ഞിട്ടാണ് അത് വൈഡിലോട്ട് ഓപ്പൺ ആവുന്നത്. അവിടെ തന്നെ വൈഡിൽ ഓപ്പൺ ആവുമ്പോഴും ഈ ഡോഗ്സിന്റെ സൗണ്ട് നമ്മൾ പടത്തിൽ കാണുന്നില്ല. പക്ഷേ ഈ ഡോഗ്സിന്റെ സൗണ്ട് ഈ സറൗണ്ടിങ്സിൽ അത് വരെ കേൾക്കുമ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, അത് ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കൂടുതൽ നൈറ്റ് സീക്വൻസിൽ ഡിസ്റ്റന്റ് ഡോഗ്സ്, ട്രാഫിക് കാര്യം അങ്ങനെ ഒരു സിറ്റിയിൽ ട്രാഫിക് ഉണ്ടാവും, ബട്ട് വി ട്രൈ ടു കീപ് ഇറ്റ് മിനിമൽ എന്നുള്ള രീതിയിലാണ്. ബിസൈഡ്സ് ഒരു സൗണ്ട് എഞ്ചിനീയർ, ഡോൺ ഒരു മ്യൂസിക് കമ്പോസർ കൂടെയാണല്ലോ. ലൈക്ക് നമ്മുടെ ഇന്നാത്താം കേസ് കൂടെന്ന് പറഞ്ഞ മൂവിയുടെ സ്റ്റേറ്റ് അവാർഡ് വിന്നർ കൂടെയാണ് അല്ലേ. പിന്നെ അതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള മറ്റ് മൂവീസിലെ കമ്മട്ടിപ്പാടം, കള, അപ്പൻ അല്ലേ, അതിൻ്റെയൊക്കെ മ്യൂസിക് കമ്പോസറായിരുന്നു. സോ how was your journey into like this like Malayalam industry? ഈ പറഞ്ഞ രണ്ടും മ്യൂസിക്കും സൗണ്ടും നമ്മൾ കേൾക്കുന്നത് ചെവി കൊണ്ട് തന്നെയല്ല, വേറെ ഓർഗനൊന്നുമില്ല. സോ ഇത് രണ്ടും ബേസിക്കലി ഇറ്റ്സ് ലൈക്ക് കോൺട്രിബ്യൂട്ടിങ് ടു സൗണ്ട് സ്കേപ്പ് ഓഫ് ദ ഫിലിം. അപ്പോൾ മ്യൂസിക് ലൈക്ക് വെൻ ഐ കൂടുതൽ എൻകറേജ് ചെയ്തത് മ്യൂസിക് ചെയ്യാൻ തന്നെ. ലൈക്ക് ദേ ഡോണ്ട് നോ ലൈക്ക് ഐ ഡു സൗണ്ട് എന്നുള്ളത്. ഇപ്പോൾ ലോക്ക ചെയ്തപ്പോഴും
ലോക ചെയ്തപ്പോഴാണ് ഓക്കെ ഇവൻ സൗണ്ട് ചെയ്യുക എന്നുള്ളത്. ബിക്കോസ് പഴയ പടങ്ങളാണ് ഇപ്പോൾ കള, ഇബ്ലിസ്, ഓമനക്കുട്ടൻ, ഇതിൻ്റെയൊക്കെ സൗണ്ട് ഡിസൈനറും മ്യൂസിക് കമ്പോസറും ഞാൻ തന്നെയായിരുന്നു. സോ വാട്ട് ഹാപ്പൻസ് അല്ലെ യു ഗെറ്റ് ദ എൻറ്റയർ സൗണ്ട് സ്കേപ്പ് ഇൻ യുവർ ഹാൻഡ്, കൺട്രോൾ ചെയ്യാനുള്ള ഒരു സാധനം. ഫസ്റ്റ് പാട്ട് കമ്പോസ് ചെയ്ത് തുടങ്ങിയത് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ. പക്ഷേ ആ സമയത്ത് തന്നെയാണ് ഈ മൺട്രോത്തുരുത്ത് എന്ന് പറഞ്ഞ പടം ഐ വർക്ക്ഡ് വിത്ത് മൈ ടീം. എൻ്റെ കൂടെ അശോകും സുബു എന്ന് പറഞ്ഞ 2 പേരുണ്ട്. സ്റ്റിൽ നോ. അപ്പോൾ അവരുടെ കൂടെയാണ് ലൈക്ക് ഐ ഡിഡ് ദാറ്റ് ഫിലിം മൺട്രോത്തുരുത്ത്, ഓൺലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പോൾ പടത്തിൻ്റെ ഫുൾ പടത്തിൻ്റെ കമ്പോസർ ആയിരിക്കുന്നത് ഓമനക്കുട്ടൻ, അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടനാണ്. എന്നാൽ താൻ കേസ് കൂടുതലും സ്കോർ ചെയ്തത് സ്കോറും അതിൻ്റെ ഒക്കെ നോട്ടീസ് ചെയ്യണമെങ്കിൽ യു ക്യാൻ സി ലൈക്ക് അതിൻ്റെ സ്കോർ എലമെൻസിലും കൂടുതൽ ഇതുപോലെ തന്നെ സൗണ്ട്സ് ഉണ്ട്. സൗണ്ട്സ് വെച്ചിട്ട് തന്നെ സ്കോർ ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ എല്ലാവരും അത് ഭയങ്കര നോട്ടീസായി എല്ലാവരും. ഓക്കെ, ലൈക്ക് ഈ ടൈപ്പ് റൈറ്റർ വെച്ചിട്ട് സ്കോർ ഉണ്ടാക്കി എന്നുള്ള സാധനങ്ങളും. ഇപ്പോൾ ഈ ലോക്കൽ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മറ്റേ ഈ നാച്ചിയപ്പ എന്ന് പറഞ്ഞ വില്ലൻ ക്യാരക്ടറിൻ്റെ ഇൻട്രോ സീൻ ഉണ്ട്. ഇൻട്രോ സീൻ ലൈക്ക് ഇറ്റ് ഓപ്പൺസ് ബ്രേക്സ് ദാറ്റ് സൈലൻസ് വിത്ത് പോലീസ് സൈറൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ്. ബട്ട് വെൻ യു നോട്ടീസ് ദാറ്റ് ആ സൈറൻ തന്നെയാണ് പിന്നെ അത് സ്കോറിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. സോ അത് പയ്യ സൈറൻ സൗണ്ട് ഇവോൾവ് ആയി അത് സ്കോറാകും. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഡിസ്കഷൻ ഞാൻ ജയിക്സേട്ടൻ ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇങ്ങനെ ട്രൈ ചെയ്തൊക്കെ അടിപൊളിയായിരിക്കും. പിക്കപ്പ് ദ പോലീസിൻ്റെ സൈറൻ സൗണ്ട്, ട്രാൻസ്ലേറ്റ് സ്കോർ, അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് നേരം കഴിയുമ്പോൾ അതൊരു സിന്തസൈസറായിട്ട് ഇതിൻ്റെ ഫ്ലിക്കറിങ് ഉണ്ട്, ആ ഫ്ലിക്കറിങ്ങിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സൗണ്ട് ട്രാക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രാൻസിഷനൊക്കെ നമുക്ക് ഇപ്പോൾ മ്യൂസിക്കിൻ്റെ ഒരു ചായ ഉള്ളതുകൊണ്ട് ഓക്കെ ഇത് മ്യൂസിക് ചെയ്തതിന് അടിപൊളിയാവും എന്നുള്ളത് വി ക്യാൻ വർക്ക് ഇറ്റ് ഔട്ട് ഓഫ് സി. ട്രെയിലറിൽ നോക്കിക്കഴിഞ്ഞാൽ ടുവേർഡ്സ് ദി എൻഡ് ഈ കല്യാണിയുടെ ക്യാരക്ടർ മറ്റേ വലിയ ഗൺ അതും ഇതുപോലെ തന്നെ ആ സ്കോർ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ്. പിന്നെ ദീക്ഷണത് ആ ടെമ്പോയിലേക്ക് മാച്ച് ചെയ്ത് ഈ ബുള്ളറ്റിൻ്റെ അതിലോട്ട് പിന്നെ അത് ടുവേർഡ്സ് ദ സിംഗ്. അപ്പോൾ രണ്ടും കൂടി ഒരു ബ്ലെൻഡ് ആയിട്ടൊരു പരിപാടിയാവും. പിന്നെ ഇവരുടെ ഒരു മറ്റേ നമ്മൾ സ്പൈഡർമാനിലൊക്കെ പറഞ്ഞ ഒരു ടിങ്ക്ലിംഗ് എഫക്റ്റ് പോലത്തെ ഒരു സാധനമുണ്ട്. ഇപ്പോൾ ഇവർ എന്തെങ്കിലും ഡേഞ്ചർ ഇങ്ങനെ കാണുമ്പോഴുള്ളൊരു സാധനം, ആ എലമെൻ്റ് ആക്ച്വലി ഒരു റംബിൾ, ഒരു ടെക്സ്റ്റേർഡ് റംബിളാണ്. അതും ശരിക്കും നോക്കിയാൽ അതൊരു മ്യൂസിക്കൽ എലമെൻറ്റാണ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഈ ക്യാരക്ടർ വില്ലനായി കഴിയുമ്പോഴും പുള്ളിക്കാരൻ കേൾക്കുന്ന ശബ്ദങ്ങൾ, ആ ബ്ലഡിലേക്ക് ഫോക്കസ് പോകുന്നതും അതെല്ലാം കൂടുതലും മ്യൂസിക്കലായിട്ട് തന്നെ അതെ. ഇപ്പൊ ഇത് സെൻസ് ചെയ്യുന്ന സാധനം തന്നെയാണ്. പിന്നെ ഒരു നൈറ്റ് സീക്വൻസ് ഉണ്ട്, മറ്റേ ഇവർ രണ്ടുപേരും കൂടെ പുറത്ത് നസ്ലിനും കല്യാണിയുടെ ക്യാരക്ടർ പുറത്ത് വന്നിട്ട് ആ ബ്ലഡ് മേടിക്കാൻ പോകുന്ന അവിടെ വെച്ചിട്ട് പുള്ളിക്കാരത്തിന്റെ ഒരു ഫോക്കസ് പോകുന്നുണ്ട് മറ്റേ ഹാർട്ട് ബീറ്റിലോട്ട്. അപ്പോൾ ആ ഹാർട്ട് ബീറ്റിലോട്ട് പോകുമ്പോഴേക്കും യൂഷ്വലി ഓക്കെ ഹാർട്ട് ബീറ്റ് വന്നിട്ട് പോകും. പക്ഷേ ആ ഹാർട്ട് ബീറ്റിലോട്ട് ഫോക്കസ് പോകുന്ന സമയത്ത് വാട്ട് വി ഡിഡ് ഇസ് ലൈക്ക് എല്ലാ സറൗണ്ടിങ്സ് എല്ലാം ഒന്ന് മഫിൾ ചെയ്ത് സോ ദാറ്റ് ആ ഫോക്കസ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ആ ഇമ്പോർട്ടൻ്റ് ആണ് പുള്ളിയുടെ ഹാർട്ട് ബീറ്റ് ടക്ക് 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 BPM കുറയുന്നത് കുറച്ച് എവിഡൻ്റ് ആക്കണം. എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഫിയർ നസ്ലിൻ്റെ ക്യാരക്ടർ ഉണ്ട്. അത് തന്നൊന്നും ചെയ്യില്ല. അത് ടുവേർഡ്സ് എൻ്റെ അതിങ്ങനെ ഓക്കെ ഒരു റിലീഫ്. അപ്പോൾ ആ ടെമ്പോ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് ആസ് എ ഓഡിയൻസ് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ കള പോലത്തെ പടങ്ങളിലാണെങ്കിലും ആ ഒരു വീടും ആ വീടിന് ചുറ്റുമുള്ള ഒരു വേൾഡാണ്. അപ്പോൾ അതിനകത്ത് ഈ കൂടുതലും ഭയങ്കര ഓവർ പറയായിട്ടുള്ള സ്കോർ ടുവേർഡ്സ് ഉണ്ട്. അല്ലാതെ ഭയങ്കര ഒരു നമ്മൾ അതിനകത്ത് കുടുക്കിക്കളയണ പോലത്തെ ഒരു സ്കോറാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഈ അണ്ടർ ഇങ്ങനെ ഭയങ്കര സബ്റ്റിലായിട്ട് ഇങ്ങനെ ഡ്രോൺ പോലെ ഇങ്ങനെ സ്കോർ പോകുമ്പോഴും ഇതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് മെലഡീനേലും കൂടുതൽ ഇങ്ങനെ ചെറിയ കുറേ ഇൻസെക്ട്സിൻ്റെ സൗണ്ടാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഇൻസെക്ട്സ് അല്ലെങ്കിൽ പിന്നെ ഡിസ്റ്റൻ്റായിട്ട് പിന്നെ എന്തെങ്കിലും അത് കോവിഡ് ടൈമും കൂടെയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി റെക്കോർഡ് ചെയ്യാനും കുറേ പറ്റി. അപ്പോൾ ഇങ്ങനെ ചില സാധനങ്ങൾ കൂടുതലും ആനിമൽസിൻ്റെ അതിൻ്റെ അകത്തൊരു പാമ്പിൻ്റെ സീക്വൻസ് ഒക്കെ ഉണ്ട്. അത് ഇത് സ്കോറിലൂടെ പെട്ടെന്ന് ഈ ജംപ് സ്കെയർ ആയിട്ട് സ്നേക്കിൻ്റെ വരുമ്പോഴേക്കും അങ്ങനെ കൂടുതലും നേച്ചറായിട്ടുള്ള പരിപാടിയാണ് കളയിൽ പിടിച്ചത്. അപ്പോൾ ഓരോ പടവും നോക്കുമ്പോൾ ഓരോ പടവും ഓരോ ചാലഞ്ചിങ് ആണ്. ഏറ്റവും കൂടുതൽ അതാ ഞാൻ ചോദിക്കാനും വന്നത് അതാണ്, ലൈക്ക് വിച്ച് വൺ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ചാലഞ്ചിങ് വർക്ക്സ് അല്ലെങ്കിൽ മൂവീസ്? അങ്ങനെയല്ല, എല്ലാ പടവും നമുക്ക് ഒരു പടം വരുമ്പോൾ തന്നെ ടെൻഷൻ ആവും, ഇത് എന്താവും എന്നുള്ളൊരു ടെൻഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ബട്ട് ഈച്ച് പ്രോജക്റ്റ് ഒരു ചാലഞ്ചിങ് മാത്രമല്ല, ഒരു ലേണിംഗ് പ്രോസസ്സാണ്. ലൈക്ക് വാട്ട് ഐ സീസ് ലൈസ് എ ലേണിംഗ് പ്രോസസ്. എല്ലാ പടവും നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കും. ഓക്കെ. അപ്പം ഡോണ് അപ്പം എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്? അല്ലെങ്കിൽ സൗണ്ട് ഡിസൈൻ ആയാലും മ്യൂസിക് എങ്ങനെ, വാട്ട് വാസ് യുവർ ബാക്ക്ഗ്രൗണ്ട് ലൈക്ക്? സ്കൂളിൽ പഠിക്കുമ്പോൾ പിയാനോ പഠിച്ചിട്ടുണ്ട്, സോളോ പിയാനോ ആസ് എ ഇൻസ്ട്രുമെൻറ്റ്. ഞാൻ അതിലാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ബാൻഡും പരിപാടിയൊക്കെ ഉണ്ട്.
അത് കഴിഞ്ഞിട്ട് ബിടെക്കിൻ്റെ സമയത്ത് ബിടെക് കാരുണ്യയിൽ പഠിച്ചു, ഇലക്ട്രോണിക്സ് ആൻഡ് മീഡിയ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ അവിടെ ഞാൻ ആക്ച്വലി പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് എക്യുപ്മെൻറ്റ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മൈക്രോഫോൺ അല്ലെങ്കിൽ സ്പീക്കർ, മിക്സർ, ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു അതെ. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചേർന്ന്, അവിടെ ഇലക്ട്രോണിക്സും കൂടെ എന്നുള്ള പരിപാടി എന്നുള്ള രീതിയിൽ അവിടെ ചെന്നപ്പോൾ പ്രൊഡക്ഷൻ സൈഡും ഉണ്ട്. അപ്പോൾ ഫൈനൽ പ്രോജക്റ്റ് ഇതുപോലെ ഒരു സ്പെക്ട്രം അനലൈസർ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ആ ടെക്നിക്കൽ സൈഡ്, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിൻ്റെ പ്ലഗിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതായിരുന്നു അപ്പോഴത്തെ ഒരു ട്രിപ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പൂനെയിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൗണ്ട് ഡിസൈനിങ് കോഴ്സ് പഠിച്ചു. അപ്പോഴാണ് കൂടുതൽ സൗണ്ടിനെ പറ്റി, സൗണ്ടല്ല കൂടുതൽ ഫിലിമിനെ പറ്റി പഠിക്കുന്നത് അവിടെ. എന്ന് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ ഫീൽഡിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്കഷൻസ് ഭയങ്കര ആക്റ്റീവ് വരുന്നത്. സൗണ്ട് ടെക്നിക്ക് നമ്മൾ പഠിക്കുന്നത്, ബട്ട് ഫിലിംസിൻ്റെ കൂടുതലും ലേണിങ് അവിടെയാണ് പരിപാടി നടന്നത്. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറേ. അതുകൊണ്ട് പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഓക്കെ ഇത് രണ്ടും കൂടി ചെയ്യണം എന്നുള്ള. പക്ഷേ ഈ ഷോർട്ട് ഫിലിംസ് ചെയ്യേണ്ട സമയത്ത് ഇപ്പോൾ ബിടെക്കിന് പഠിക്കുമ്പോൾ രോഹിത്ത് ഇപ്പോൾ കള, ഇബിലീസ്, ഓമനക്കുട്ടി, ഇപ്പോൾ ടിക്കറ്റൊക്കെ ഉണ്ടാവും. രോഹിത് ഞങ്ങളുടെ ബാച്ച്മേറ്റാണ്. അഖിലുണ്ട് ഇപ്പോൾ 2018 ഐഡന്റിറ്റി ഇതിൻ്റെയൊക്കെ ക്യാമറാമാൻ. അപ്പോൾ അഖിലും ഇവർ ഷോർട്ട് ഫിലിം ചെയ്യും നമ്മൾ. അപ്പോൾ ആ സമയത്ത് ആ പ്രോജക്റ്റിൻ്റെ മ്യൂസിക്കും സൗണ്ട് ഡിസൈനും നമ്മൾ ഓക്കെ ഇത് നമ്മൾ അവതരിപ്പിച്ചോളാം ഈ പരിപാടി എന്നുള്ള ഒരു ടീമായിട്ടല്ലേ അന്നേ ചെയ്യുമായിരുന്നു. വേറെ ഐ തിങ്ക് യു ആർ വർക്കിംഗ് വിത്ത് ഡൊമിനിക് ഇൻ ലോക്ക. അതിനു മുമ്പ് തരംഗം എന്ന് പറഞ്ഞ മൂവിയിലും യു വർക്ക്ഡ് വിത്ത് ഹിം അല്ലേ? തരംഗത്തിൽ സൗണ്ട് ഡിസൈനർ തന്നെയല്ലേ? ഡൊമിനിക്കറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതെല്ലാം സൗണ്ട് ഡിസൈൻ തന്നെയാണ്. ഞാൻ പടം ചെയ്യണ നൃത്യം ചെയ്യുന്ന നമ്മുടെ ഷോർട്ട് ഫിലിം ചെയ്തപ്പോഴേക്കും അതിൻ്റെയും സൗണ്ട് ഡിസൈൻ തന്നെ ചെയ്തത്. ലൈക്ക് വരാൻ കാരണം ഈ ഡൊമിനിക്കിന്റെ ബ്രദർ സച്ചിനുണ്ട്, അവൻ്റെ ക്ലാസ്മേറ്റ്. അപ്പോൾ അവൻ ചെറിയ വീഡിയോസ് ഞാൻ സൗണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് സൗണ്ട് ചെയ്യാൻ ഒരാളുണ്ട്. അപ്പോൾ അതോട്ടാണ് പിന്നെ പുള്ളിയുടെ എല്ലാ ഇതിൻ്റെ സൗണ്ട് തന്നെ ചെയ്തത്. ലൈക്ക് ഇതാണ് സാധനം, ഞങ്ങളൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിനൊന്ന് ലൈക്ക് പുള്ളി ലൈക്ക് എല്ലാ ടെക്നീഷ്യൻ്റെ അടുത്തും ഹി വാസ് ലൈക്ക് വെരി ഇത് വേണം അത് വേണം. ബട്ട് ചില സാധനങ്ങൾ ഇപ്പോൾ നറേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ ഇൻപുട്ട് പറയും, ലൈക്ക് ഇവിടെ അങ്ങനെ വേണം ഇങ്ങനെ വേണം. ഇപ്പം ചില സാധനങ്ങൾ ഞാൻ മിസ്സായി പോകും, അത് പുള്ളി പറയും ഇതിങ്ങനെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പോൾ ആ കൊച്ചിൻ്റെ സീക്വൻസിൽ തന്നെ അതെ ആ ഫ്ലാഷ് ബാക്ക് സീക്വൻസിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ, സ്റ്റാബ് എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഓഫ് സ്ക്രീനിൽ സ്റ്റാബ് ഊരണം. അപ്പോൾ അത് ഞാൻ വിട്ടിട്ടുണ്ടായില്ല. അപ്പോൾ പുള്ളി പറഞ്ഞേടാ അത് ഇട്ട് കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ആ അമ്മയുടെ ക്ലോസപ്പിൽ പോകുമ്പോഴും പിന്നെ അപ്പുറത്ത് അവരുടെ ക്ലോസപ്പിൽ പോകുമ്പോഴും ഇതിൻ്റെ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ വർക്കാവും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചില പിന്നെ ലാസ്റ്റ് DQ ഇപ്പം എന്തായാലും എല്ലാവർക്കും അറിയാം. ആ സീക്വൻസിൽ ഇതുപോലെ തന്നെ എനിക്ക് വന്ന് നിൽക്കുമ്പോഴേക്കും പട്ടിനെ കോൾ ചെയ്യുന്നുണ്ട്, ഒരു കോൾ വെച്ചിട്ട് ഞാൻ തന്നെ ഡബ് ചെയ്തിട്ടേക്കണേ ഇപ്പോൾ. സോ ഐ ഹാവ് ഗിവൻ ദ സൗണ്ട് ഫോർ ദാറ്റ്. അത് ഇതുപോലെ തന്നെ ഡയറക്ടേഴ്സ് ഇൻപുട്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പുള്ളി ഇങ്ങനെ ചില സാധനങ്ങൾ ഇപ്പം ബിക്കോസ് പുള്ളി നമ്മളിരുന്നിട്ട് സൗണ്ട്സ്കേപ്പ് മാത്രം വിത്തൗട്ട് സ്കോർ ഫുൾ പടം സൗണ്ടും ഡയലോഗും വെച്ച് മാത്രം കാണും. അപ്പോൾ ഗെറ്റ് ഓക്കെ ഇങ്ങനെയാണ് അതിൻ്റെ പരിപാടി എന്നുള്ള. അത് വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം എൻ്റെ മനസ്സിലുള്ളൊരു ഡൗട്ടായിരുന്നു. അത് നിങ്ങൾ ആക്ച്വലി ഇതൊന്നും ഇല്ലാതെയല്ലേ ആദ്യം സംഭവം പടം കാണുന്നല്ലേ, സീൻസൊക്കെ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിലോട്ട് വരുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. യൂഷ്വലി സിംഗ് സൗണ്ട് പടങ്ങളാണെങ്കിൽ ദർ വിൽ ബി എ റെക്കോർഡിംഗ് സൗണ്ട് സെറ്റ്. അവിടെ പുള്ളിക്കാരനായിരിക്കും സൗണ്ട് റെക്കോർഡ് സെറ്റിൽ ലൊക്കേഷൻ ചെയ്യുക, ഓൺ സെറ്റിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. അല്ലാത്ത പടങ്ങളാണെങ്കിൽ ദിൽ ബി ADR എഞ്ചിനീയർ ലൈക്ക് ഡബിങ്. ആ പ്രോസസ്സിൽ അവിടെയും റെക്കോർഡിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പ്രോസസ്സിൽ ഡയലോഗ് എഡിറ്റ് എന്നുള്ളതാണ്. സോ ബേസിക്കലി ദർ വിൽ ബി മൾട്ടിപ്പിൾ മൈക്സ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അലൈൻ ചെയ്യുന്നൊരു ടെക്നിക്കൽ പരിപാടിയാണ് ഡയലോഗ് എഡിറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സൗണ്ട് എഡിറ്റ് എന്ന് പറയുന്നത്. സൗണ്ട് എഡിറ്റാണ് ബേസിക്കലി ഇപ്പോൾ കാറിൻ്റെ ശബ്ദമോ അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ വിത്ത് വിഷ്വൽ ഡൈജറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ. ഡൈജറ്റിക് എന്ന് വെച്ചാൽ വാട്ട് എവർ ഹാപ്പനിങ് ഇൻ ദ സ്ക്രീൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആംബിയൻസ് ഇതെല്ലാം എഡിറ്റ് ചെയ്യണം. ആംബിയൻസ് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ 10 minutes ഉണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ബേർഡോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ പിക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. അപ്പോൾ അതിനെ വെച്ച് സൗണ്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാറിൻ്റെ തന്നെയാണെങ്കിൽ കാറിനെ റെക്കോർഡ് ചെയ്യും നമ്മൾ. അപ്പോൾ അത് വിത്ത് വിഷ്വൽ സിങ്ക് ചെയ്തിട്ട്
നമ്മൾ ചെയ്യുന്നത്. ആ പ്രോസസ് സൗണ്ട് എഡിറ്റ്. സൗണ്ട് എഡിറ്റിന്റെ ഒപ്പം തന്നെയാണ് ഫോളി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോളി റെക്കോർഡിംഗ് ഉണ്ട്. ഫോളി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ നടക്കുന്ന ഫുഡ് സ്റ്റെപ്സ് അല്ലെങ്കിൽ ക്ലോത്തിന്റെ റിസൾട്ട്, പിന്നെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഒരു പടങ്ങളിൽ ചില പടങ്ങളിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടി എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും പ്രോപ്സ്. അപ്പോൾ ആ പ്രോപ്സ് വെച്ചിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുക. പിന്നെ ഈ സിംഗ് സൗണ്ട് ആണെങ്കിൽ എന്തെങ്കിലും ചില സാധനങ്ങൾ മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ഈവൺ ആക്കാൻ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നടക്കുന്ന വഴി. അപ്പോൾ ഫോളി ആർട്ടിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ആണ് മിക്സിങ് വരുന്നത്. അപ്പോൾ ഈ എൻറ്റയർ തിങ്ങിനെ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരാൾ ഇതിനെ ഓവർകം, സൗണ്ട് ഡിസൈനർ ജോബ് ബേസിക്കലി. ലൈക്ക് ഇതെങ്ങനെ ഹൗ ടു സൗണ്ട് എന്നുള്ളത്, അതിൽ തന്നെ എലമെന്റ്സ് ഇല്ലാണ്ട് ബട്ട് ഹൗ ടു സൗണ്ട് ആൻഡ് ഹൗ ഇറ്റ് ഷുഡ് കം ഇൻ എ ഫിലിം എന്നുള്ളത് ആണ് സൗണ്ട് ഡിസൈനർ ഡിസൈഡ് ചെയ്യുന്നത്. ബട്ട് അത് അഗെയിൻ ഇത്രയും ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഓക്കെ ഇത് ഇങ്ങനെ വേണം. ഇപ്പം നമ്മൾ തന്നെ സൗണ്ട് എഡിറ്റ് ചെയ്യും. ഇപ്പം സൗണ്ട് എഡിറ്റ് ടേബിളിൽ ഡെഫിനറ്റ്ലി നമ്മളിരിക്കും. ലൈക്ക് ഇങ്ങനെ ചെയ്ത് ഇതെല്ലാം ഇപ്പം എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ ചെയ്തെടുക്കുക. പിന്നെ അത് മിക്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മിക്സിംഗ് വെച്ചാൽ ലൈക്ക് പ്രോപ്പർ ബിഗ് സ്പേസ് ആണ്. ലൈക്ക് ഹൗ തിയേറ്റർ, അത്രയും വലിയ സ്പേസ് തന്നെയാണ് മിക്സിംഗ് തിയേറ്റർ. അവിടെ മിക്സിംഗ് എഞ്ചിനീയറിന്റെ ഒപ്പം ഇരുന്നിട്ട് വി ഡു ഓൾ ദ ഡയറക്ടർ വന്നതിന് മുമ്പ് ഒരു പ്രീമിക്സ് ഉണ്ട്. അവിടെ ഇരുന്നിട്ട് ഇതെല്ലാം ലൈക്ക് ഓരോ സ്പേസിലേക്ക് നമ്മൾ ഇപ്പൊ ചില എലമെന്റ്സ് ഇപ്പൊ നേരത്തെ ഫ്ലൈറ്റിന്റെ കാര്യം അതിങ്ങനെ മുകളിലോട്ട് ഇടുന്നു. ആ സ്പേസിനൊന്നും നമ്മൾ ഇതാക്കുക എന്നുള്ളത് ബേസിക്കലി മിക്സിംഗ് വാട്ട് ഇസ് ലെവലിംഗ് ആണ്. ബേസിക്കലി ലെവലിംഗ് കുറെ ടേംസ് ഉണ്ട്. ജസ്റ്റ് ഐ എം ഭയങ്കര പറയാം ലൈക്ക് ലെവലിംഗ് ഔട്ട് സൗണ്ട് എന്നുള്ളതാണ് മിക്സിംഗിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും അതിൻ്റെതായ വലിയ വലിയ പരിപാടി ചെയ്യുന്നുണ്ട്. കുറെ വലിയ വാസ്റ്റ് പരിപാടിയാണ്. അപ്പൊ അതിങ്ങനെ പറഞ്ഞു തീരത്തില്ല. ഓരോ ഇതൊക്കെ കഴിഞ്ഞാല് വളരെ ഒരു സമാധാനമായല്ലേ പടം ഓക്കെ ഇതാണ് ഉദ്ദേശിച്ച സാധനം എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും ഞാൻ പടം കാണാൻ പോയപ്പോഴും ഓക്കെ അവിടെ ചെയ്യായിരുന്നു അവിടെ ഇത് കുറവുണ്ട്. അത് ഡെഫിനറ്റ്ലി ഒരു തോന്നുന്നത് അതെ ഇങ്ങനെ ചെയ്യാൻ അതെ അതൊരിക്കലും ബെറ്റർ ആക്കാമെന്നുള്ള. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കുറേ വർഷങ്ങളായിട്ടും പണ്ട് മുതലേ ഡബ്ബിംഗ് ആണ് നമ്മൾ എടുക്കുന്ന ഒരു കാര്യം. ഇപ്പോഴാണ് പതുക്കെ സിംഗ് സൗണ്ടൊക്കെ കുറച്ചുകൂടെ കൂടുതൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പം അതെങ്ങനെയാണ് അതിൻ്റെ ഒരു എവല്യൂഷൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നത്? സിംഗ് സൗണ്ട് ആക്ച്വലി മലയാളത്തിൽ പണ്ടും ഉണ്ടായിരുന്നു. ബട്ട് ഒരു കാലഘട്ടത്തിൽ അത് ഇങ്ങനെ മാറി, പിന്നെ ഡബിലോട്ട് വന്നു, പിന്നെ ഇപ്പൊ വീണ്ടും ലൈക്ക് ഇതെല്ലാം ഡിപ്പെൻഡിങ് ഓൺ ദ ഡയറക്ടർ ആൻഡ് മെയിൻലി ഡിപ്പെൻഡ് ഓൺ ദ ആർട്ടിസ്റ്റ് പെർഫോം. ബിക്കോസ് അവര് കംഫർട്ടബിൾ ആയിരിക്കണം എന്നുള്ള ഇതുണ്ട്. ബിക്കോസ് ഹൗ ക്യാൻ ദേ പെർഫോം? ഇപ്പൊ അവർക്കിപ്പോ യൂഷ്വലി വി ഹാവ് സീൻ ലൈക്ക് ദർ ആർ ആർട്ടിസ്റ്റ് ഫ്രം ദ അതർ ലാംഗ്വേജ് കമ്പയർഡ്. അവർ കംഫർട്ടബിൾ എങ്കിൽ ദർ ഇസ് നോ പോയിന്റ് ഇൻ ടേക്കിംഗ് സിംഗ് സൗണ്ട്. ബട്ട് അത് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂവിൽ സിംഗ് സൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസ് ഗെറ്റിംഗ് ദ എൻറ്റയർ തിങ് ലൈക്ക് ഫുൾ സൗണ്ട്സ്കേപ്പ് ഇൻക്ലൂഡിങ് ദ എഫക്ട്സ് ഓർ വാട്ട് എവർ തിങ് എല്ലാം കിട്ടുക. അപ്പോൾ എഡിറ്റിലും ഇറ്റ് ഹെൽപ്സ്. ലൈക്ക് ഈ നേരത്തെ പറഞ്ഞ ട്രാൻസിഷൻസ് ഒക്കെ ഓൾറെഡി ഉണ്ട്, എന്താ മൂവ്മെന്റ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആർട്ടിസ്റ്റ് ഓൺ ലൊക്കേഷനിൽ വിത്ത് കോ ആക്ടറായിട്ട് പെർഫോം ചെയ്യുമ്പോഴുള്ള സ്മോൾ ബ്രീത്തോ സ്മോൾ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടെന്ന് ഇതെല്ലാം അപ്പം ക്യാപ്ചർ ചെയ്യുക. ലൈക്ക് അതിന്റെ ഒരു നാച്ചുറാലിറ്റി എന്ന് പറഞ്ഞ സാധനം പിന്നെ എത്ര റീക്രിയേറ്റ് ചെയ്താലും കിട്ടത്തില്ല. അറ്റ് ദ സെയിം ടൈം ഈ ഡബിങ്ങിന്റെ ഗുണം എന്ന് വെച്ചാൽ യു ക്യാൻ ചേഞ്ച് ദ ഫ്ലേവർ ഓഫ് ദ ക്യാരക്ടർ. ഒരു ക്യാരക്ടർ ലൊക്കേഷനിൽ ഇങ്ങനെ പെർഫോം ചെയ്തേക്കുന്നത് ചിലപ്പോൾ ആ ക്യാരക്ടറിന്റെ ഫ്ലേവർ തന്നെ മാറ്റി കളയാം. ഐ ഹാവ് സീൻ ലൈക്ക് ആർട്ടിസ്റ്റ് ഡു ദാറ്റ്. അവരുടെ മോഡുലേഷനിലോ അവരുടെ ഒരു റെൻഡറിങ്ങിലോ പെർഫോമൻസും ലൈക്ക് ആ ക്യാരക്ടർ തന്നെ മാറി ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഓക്കെ ഇത് വേറെ അത് വേറെ തന്നെ പരിപാടി. ഫോർ എക്സാമ്പിൾ ടോബിയുടെ മറ്റേ ആ തോക്ക് വെച്ചിട്ട് ആസ്ട്രലോജിസ്റ്റ പോലീസുകാര അതിന് മറ്റേ ആ ബബിൾ വെച്ചിട്ട് അവിടെ ആദ്യം ഡബ് ചെയ്തേക്കുന്നു. ഇപ്പോൾ ആ ഗണ്ണ് വെച്ചിട്ട് ഇത് പറയുമ്പോഴേക്കും അതിനൊക്കെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ പല പല ഓപ്ഷൻസ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി എന്തായിരിക്കും എങ്ങനെ. അതെ ആ ക്യാരക്ടറിന് കുറച്ചും കൂടെ പിന്നെ ആ പരിപാടി പിള്ളേർക്ക്. അപ്പോൾ ഈ നമ്മൾ ടിഷ്കാൻ പോയത് പക്ഷെ അത് ഇപ്പം അത് ആ ഒരു പരിപാടി ഡബ്സിൽ അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ലോക്കയിൽ തന്നെ മമ്മൂക്കയുടെ ശബ്ദമാണ് ഉള്ളത് വോയിസ് ആയിട്ട്. അപ്പോൾ പുള്ളി ഇതുപോലെ തന്നെ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ടായി. ജസ്റ്റ് ആകെ വേണ്ടാന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബട്ട് ഒരു 7-8 ഓപ്ഷൻസ് ഉണ്ടായി, പല ടോണിൽ പല ഇതിൽ. അപ്പോൾ ലൈക്ക് ആ പുള്ളിയുടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അത്രയും ഓപ്ഷൻസ് വന്നു. ലൈക്ക്
വിശ്വസിക്കത്തില്ല ഇത്രയും മാത്രം ഓപ്ഷൻ ഒരു വേണ്ടേ ബട്ട് ദ എൻ നമ്പർ ഓഫ് ഓപ്ഷൻസ് എന്തായിരിക്കും അവിടെ വേണ്ടെന്നുള്ളത്. എങ്ങനെ നിങ്ങൾ അത് ഫൈനലി കുറച്ച് പാടായിരുന്നു അത് എത്താൻ വേണ്ടി. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമായിരുന്നു? എല്ലാം എന്ന് വെച്ചാൽ ആ സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യണം. ദാറ്റ്സ് അൾട്ടിമേറ്റ് തിങ്. പിന്നെ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇനി എങ്ങാനും വരികയാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതും കൂടെ നോക്കണമല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി അപ്പോൾ അത് കുറച്ച് ടഫായിരുന്നു ഇത്. അപ്പോൾ ഞാൻ എല്ലാം ഡയറക്ടർ ഉണ്ടായിരുന്നു, മിക്സിങ് എഞ്ചിനീയർ, എല്ലാം കൂടെ ഉള്ള ഒരു ഇതായിരിക്കും ആപ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് ഇട്ടത് ക്ലിയർ ആവണമായിരുന്നുള്ളത്. അപ്പോൾ അത് കുറച്ച് ടാസ്ക് ആയിരുന്നു, ബട്ട് ഇറ്റ് ഇസ് ദെയർ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നമ്മുടെ മൂവീസൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ സൗണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ കുറച്ചായിട്ടുള്ളൂ നമ്മൾ നോട്ടീസ് ചെയ്ത് തുടങ്ങിയിട്ട് അല്ലേ? സോ ആസ് എ സൗണ്ട് ഡിസൈനർ ഹൗ ഡു യു സീ ഇറ്റ്? ലൈക്ക് ഈ ഡിഫറൻസ് ലൈക്ക് ബിക്കോസ് ഐ എം വർക്കിംഗ് ആസ് മ്യൂസിക് കമ്പോസർ ആൻഡ് സൗണ്ട് ഡിസൈനർ എനിക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ലൈക്ക് ഡെഫിനറ്റ്ലി ദർ ഇസ് എ ബിസിനസ് തിങ്. മ്യൂസിക് കമ്പോസറിൻ്റെ പാട്ടുകളാണ് യൂട്യൂബ് വാട്ട് എവർ ദർ, അതിനൊരു ബിസിനസ് വാല്യൂ ഉണ്ട് സൗണ്ട് ഡിസൈൻ. ബട്ട് വെൻ യു സീ എ ഫിലിം ആ ഒരു ആസ് എ മീഡിയം, ആ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെവി വെച്ചിട്ട് തന്നെ ഈ പറഞ്ഞ രണ്ടും കേൾക്കുന്നത്. ആൻഡ് വർക്ക് ലൈക്ക് എമൗണ്ട് ഓഫ് വർക്ക് ബീങ് പുട്ട് ഇൻ ടു ബോത്ത് ഡിപ്പാർട്ട്മെന്റ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എവറി വൺ ഷുഡ് അക്നോളജ് ലൈക്ക് ഈ ഡയറക്ടർ ലൈക്ക് പ്രൊഡക്ഷൻ എവരി വൺ അത് എല്ലാവരും മനസ്സിലാക്കിയാലേ അതിനൊരു വാല്യൂ കിട്ടത്തുള്ളൂ. ലൈക്ക് നമ്മളിപ്പോൾ ഇപ്പോൾ ഈ സൗണ്ട് ഡിസൈൻ കാണുകയാണെങ്കിൽ ലൈക്ക് ഇപ്പോൾ ക്രെഡിറ്റ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പണ്ട് വോട്ട് യൂസ് ലൈക്ക് എഫക്ട്സ് മുരുകേഷ് എന്ന് പറഞ്ഞ ഒരു സാധനം കണ്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു അവാർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നാഷണൽ അവാർഡ്സിൽ ഒരിടക്ക് ഒരു അവാർഡ് ഉണ്ടായുള്ളൂ, പിന്നെ അത് 3 അവാർഡ് സൗണ്ട് റെക്കോർഡിസ്റ്റിനും സൗണ്ട് ഡിസൈനർക്കും മിക്സിംഗ് എഞ്ചിനീയർക്കും. അത് വീണ്ടും ഇപ്പോൾ വന്ന് ഒറ്റ അവാർഡ് ആക്കിയിട്ടുണ്ട്. സൗണ്ട് ഡിസൈൻ മാത്രമാണ്. അതെന്തായെങ്കിൽ എനിക്കറിയത്തില്ല വാട്ട് ഈസ് എന്നുള്ള. അപ്പോൾ ഒരു സൗണ്ട് ഗൈ എന്നുള്ള സൗണ്ട് ഡിസൈനർ മാത്രമാണ് അവാർഡ് എന്ന് തോന്നുന്നു. പക്ഷേ കേരള സ്റ്റേറ്റ് അവാർഡ്സിൽ 3 എണ്ണം പോകുന്നുണ്ട്. ബട്ട് അവാർഡ്സ് ഒക്കെ വിടും. അവാർഡ്സ് അല്ലാതെ ലൈക്ക് പ്രൊഡക്ഷൻ സൈഡിൽ തന്നെ ലൈക്ക് വെൻ യു ഗോ ഓൺ ടു ദ സെറ്റ് ആസ് എ സൗണ്ട് റെക്കോർഡിസ്റ്റ് തന്നെ ലൈക്ക് നമുക്കത് മനസ്സിലാവും. ചെല്ലുമ്പോഴേക്കും സൗണ്ട് റെക്കോർഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓക്കെ ഇതെന്താന്നുള്ള. ഇപ്പോൾ ഈ സൗണ്ട് റെക്കോർഡിസ്റ്റ് ഉണ്ട്, മറ്റേ ലൊക്കേഷൻ സൗണ്ട് ഉണ്ട്. ലൈക്ക് വാട്ട് ആർ ദെയർ ക്യാപ്ചറിങ് സൗണ്ട് തന്നെയാണ്. പക്ഷെ അതിന് ഇതില്ലെങ്കിൽ കേൾക്കത്തില്ല. പക്ഷെ ആ ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നത് വളരെ ലാസ്റ്റ്. ചിലവർ വളരെ എഡിറ്റ് എല്ലാം കഴിഞ്ഞു അയ്യോ സൗണ്ട് വേണമല്ലോ എന്ന് പറയുമ്പോഴേക്കും ചിലർ വിളിക്കുന്നത് തന്നെ. അപ്പോൾ അത് ഇപ്പോഴും എല്ലാവരും ഒന്നല്ല, ബട്ട് മാറിയിട്ടുണ്ട്, ഡെഫിനറ്റ്ലി മാറിയിട്ടുണ്ട്. പുറത്ത് കിട്ടുന്ന ഈ പറഞ്ഞ റെക്കോർഡിംഗ് എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റുഡിയോയുടെ ഇതാണെങ്കിലും എല്ലാം നമുക്കിപ്പോൾ കേരളത്തിൽ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ദാറ്റ് ഇത് അക്നോളജ്. ഇപ്പോൾ പ്രൊഡക്ഷൻ സൈഡാണെങ്കിലും നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ദിവസം ഇപ്പോൾ നമ്മൾ പറയാം നമുക്ക് ഇത്ര ദിവസം വേണം ഒരു പടത്തിൻ്റെ സൗണ്ട്സ്കേപ്പ് ഉണ്ടാക്കാൻ പറയുമ്പോഴേക്കും ഒരു എന്തിനാ അത്ര ദിവസം 3 നിങ്ങൾക്ക് അധികം പണിയൊന്നുമില്ലല്ലോ. ബിക്കോസ് ഇപ്പോൾ ഒരു ചെറിയ സീൻ നോക്കുകയാണെങ്കിൽ തന്നെ ഡയലോഗ് ഉണ്ട്, അവരുടെ മൂവ്മെന്റ്സ് ഉണ്ട്, ആ സ്പേസ് ഇത്രയും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളില്ല. ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സമയം എടുക്കും. ബട്ട് റെക്കോർഡ് പക്ഷേ അത് ആ സമയത്ത് എല്ലാം ആയിരിക്കത്തില്ല. ലൈക്ക് മേ ബി ആ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ റെക്കോർഡ് ചെയ്യും. ഇപ്പോൾ ഈ മൂവ്മെൻറ്റിൽ അവിടുത്തെ ഒരു പക്ഷി കഴിയുകയാണെങ്കിൽ അത് അതിനൊരു യൂണീക്നെസ് ഉണ്ട്, ദാറ്റ് ഈസ് ഒറിജിനാലിറ്റി. അപ്പോൾ അത് ക്രിയേറ്റ് അത് പിന്നെ നമ്മൾ എത്ര ക്രിയേറ്റ് ചെയ്താലും അത് ഓക്കെ എലമെൻ്റ് ആവും. ബട്ട് അതിൻ്റെ ഒരു മേ ബി ഒരു സാധനം കിട്ടത്തില്ല. അതൊരു ആർട്ടിസ്റ്റിക് സാധനമാണ്. തള്ളാണല്ലോ. പക്ഷെ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടെന്ന് മനസ്സിലാക്കുന്നവർക്ക് അത് എത്രത്തോളം അതാണ് ആ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ആക്ച്വലി എല്ലാവരും അതിന് ക്രെഡിറ്റ്സ് കൊടുക്കുന്നുണ്ട്. എല്ലാം ഭയങ്കര ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചാൽ പോരാ. ഇപ്പോൾ നമ്മളുടെ മെയിൻ ഇപ്പോൾ മിക്സിംഗ് എഞ്ചിനീയർ രാജേഷൻ ആണെങ്കിലും ഇപ്പോൾ വിഷ്ണു ഗോവിന്ദ്, അജയനായിട്ട് ജയദേവ്, ഇവരൊക്കെ എല്ലാവരും തന്നെ ഭയങ്കര എക്സെപ്ഷണൽ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതെല്ലാവരും അവർ ചെയ്യുന്നത് അത്രയും ഭയങ്കര ഡീറ്റെയിൽ ദേ വിൽ ഫൈറ്റ് ഫോർ ഇറ്റ്. ഒരു സാധനം കേൾപ്പിക്കണം എന്ന് പറഞ്ഞാലും അതിനുവേണ്ടി അവരത് ഓക്കെ ഈ സാധനം ഞങ്ങൾ കേൾപ്പിച്ചിരിക്കും അല്ലെങ്കിൽ ഇതിങ്ങനെ ഇത്ര ക്വാളിറ്റിയോടെ കേൾപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞത് അത് ആ ഫൈറ്റ് ചെയ്ത് അതൊരു ഫൈറ്റാണ് ബേസിക്കലി. അതെ, അല്ല അതിന്റെ ക്വാളിറ്റി നമുക്ക് വിഷ്വലി പോലെ തന്നെ മൂവീസിൽ കാണാനുണ്ട് ആ സൗണ്ടിന്റെ ഇമ്പാക്ട് ചെയ്യണോ. അപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഡോണിന് ക്രിയേറ്റീവ് ബ്ലോക്കുകളൊക്കെ ഉണ്ടാവാറുണ്ടോ? മ്യൂസിക് പാട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. കാര്യം അത് ചിലപ്പോൾ വിഷ്വൽ ഉണ്ടാവത്തില്ല. അപ്പോൾ പാട്ടുണ്ടാക്കാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെട്ട പരിപാടിയാണ്. എന്ന് വെച്ചാൽ ടൈം എടുക്കും. ഒരു സൗണ്ടിൻ്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെ സൗണ്ടും ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടായ ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ ഒരു പോഡ്കാസ്റ്റ് പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ഇതേപോലെ തന്നെ നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഡയലോഗ്സ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അവരുടെ ആർട്ടിസ്റ്റ്
ഫേസ് ഒന്നും ഇല്ലല്ലോ. പോഡ്കാസ്റ്റ് ഡയലോഗ് മാത്രമേ ഉണ്ടാവും. വി ഹാവ് ടു ക്രിയേറ്റ് ദ എൻറ്റയർ സൗണ്ട്സ്കേപ്പ്, ഒള്ളി ഓഡിയോ. അപ്പോൾ അത് നമ്മൾ കേൾക്കുമ്പോഴേക്കും അവരെവിടെയാണ്, അതൊരു കോർട്ട് റൂം ഡ്രാമ ആയിരുന്നു. അപ്പോൾ അതിൽ അവരെ സ്പേസ് എവിടെയാണ്, അതെല്ലാം നമ്മൾ ഈ ട്രാൻസിഷൻസ്, ഒരു ആൾ നടന്ന് ഒരു ലൊക്കേഷനിൽ പോകുന്നതും ഇതെല്ലാം സൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ടൈമിങ്ങും അതെല്ലാം ബുദ്ധിമുട്ടും, അത് ആ പ്രോപ്പർ ടൈമിങ് നമ്മളാണ് തീരുമാനിക്കണം. ഇയാളുടെ ഡയലോഗ് ആയിട്ട് ഇത് വരുന്നത്, ഇയാൾ ഇവിടെ നടന്ന് ആ സ്പേസ് പോയി, ഇതെല്ലാം ഓഡിയോയിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. വിഷ്വലില്ല. ആമസോണിൽ കിടക്കുന്ന പോഡ്കാസ്റ്റ് ആമസോണിലുണ്ട്. അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പോൾ ആ കോർട്ട് റൂം ആയതുകൊണ്ട് കോർട്ട് റൂമിൽ റിവേർബ്സ് ഉണ്ട്. അപ്പോൾ ആ റിവേർബും പിന്നെ ചില വോയിസ് ഓവേഴ്സ് പോലെ വരുന്നുണ്ട്, അതിനും കുറച്ച് റിവേർബ് റേറ്റഡാണ്. അപ്പോൾ ഇത് തമ്മിൽ ഡിസ്റ്റിങ്, ഇങ്ങനത്തെ കുറച്ച് ക്രിയേറ്റീവ് ബ്ലോക്കാണ് സൗണ്ടിൽ. കാര്യം വിഷ്വൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. വിഷ്വൽ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അതാണ് അതിൻ്റെ അകത്തൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള സാധനം. ഞാൻ പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ള, എൻ്റെ ഇടയ്ക്ക് പറഞ്ഞില്ലേ ഈ സൗണ്ടുകൾ, ലൈവ് സൗണ്ടുകൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യം. അപ്പം ഇൻ യുവർ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഒരു റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു സൗണ്ട്? ഞാൻ റെക്കോർഡിങ് കളയിൽ വേണ്ടി, എഫക്ട്സ് റെക്കോർഡിങ്ങിന് വേണ്ടി കളയിൽ നമ്മൾ കുറേ സ്പേസ്, അട്ടപ്പാടി, വയനാട്, പിന്നെ ഈ ലൊക്കേഷൻ ഉണ്ടായ പിറവം സൈഡിൽ, അവിടെ എല്ലായിടത്തും നമ്മൾ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്ത്, ഇപ്പോൾ മോർണിംഗ് ടിൽ ഈവനിങ് അതിൻ്റെ സൗണ്ട് സ്കിപ്പ് മാറുന്നതെല്ലാം പ്രോപ്പറായി റെക്കോർഡ് ചെയ്തിട്ട് അത് പടത്തിലും ഡേ ടൈം കാണിക്കുമ്പോൾ ചിലപ്പോൾ മോർണിംഗ് ബേർഡ് ആയിരിക്കില്ല ആഫ്റ്റർനൂൺ വരിക. ആഫ്റ്റർനൂൺ ചിലപ്പോൾ ഒരു 3 o'clock ക്രിക്കറ്റ് ആയിരിക്കില്ല 6 o'clock വരുന്നത്. അപ്പോൾ അത് നമ്മളത് അവിടെ പോയിരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത് തന്നെ കിട്ടുന്ന പരിപാടിയാണ്. അതുതന്നെ ആ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോയപ്പോഴാണ് എൻ്റെ അകത്ത് സൗണ്ട് ട്രാക്കും പാട്ടുകൾക്ക് വേണ്ടിയിട്ടും എഫക്റ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് അവിടെ നിന്നൊരു റാൻഡമിൽ അവരുടെ ഒരു സ്പേസിൽ നിന്ന് അവർക്കൊരു ആളെ കിട്ടിയത്. അപ്പോൾ അവർക്കൊരു മൂപ്പനുണ്ട്, പുള്ളിക്കാരൻ പാട്ടുപാടി. അങ്ങനെയാണ് ആ കളയിലെ ടൈറ്റിൽ ട്രാക്കിൽ പുള്ളിക്കാരൻ്റെ വോയിസ് യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ തുടിയും ആ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ സാമ്പിൾ ചെയ്തിട്ട് അത് യൂസ് ചെയ്യണം. അതെ അതെ. പിന്നെ എന്നാൽ തനിക്ക് സുള്ളി ഇതുപോലെ തന്നെ ഇപ്പോൾ നോർത്ത് കേരള കൂടുതലും തെയ്യം ആയിട്ടുള്ളത്. അപ്പോൾ അതും ഒരു ഈ മൺസൂൺ വരെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആ തെയ്യത്തിൻ്റെ ഇൻസ്ട്രുമെൻസിൻ്റെ ഇതും അവരുടെ മറ്റേ ചിലം, കാലയിൽ ഉള്ള ചിലം, അതിൻ്റെയൊക്കെ ഇതും നമ്മളും സാമ്പിൾ ചെയ്യണം. അതൊക്കെ സ്കോറിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മറ്റേ ഇത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇവർ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇരിക്കുമ്പോഴേക്കും ഒരു ഇൻസ്ട്രുമെൻ്റ് സ്വാമി അയ്യപ്പോ എന്ന് പറഞ്ഞ മെലഡി വായിക്കുന്നുണ്ട്. അത് ആ പെർക്കിഷൻ വെച്ചിട്ട് ഗഞ്ചിരി പോലത്തെ ഒരു പെർക്കിഷനിലാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ സ്പേസിൽ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ കിട്ടുന്ന ഐഡിയാസ് ഇതാണ്. അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ റെക്കോർഡിങ് പോകുമ്പോഴേക്കും ചിലപ്പോൾ ഇത് കിട്ടുന്നത് ഇപ്പോൾ കോംപ്ലിമെൻറ്റിങ് ആരണ്ടും. നമ്മൾ ലോകയുടെ ചാപ്റ്റർ 1 ആണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്, ചന്ദ്ര അല്ലേ? ഓൾറെഡി നല്ല രീതിയിൽ ഓഡിയൻസ് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോകയുടെ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലേക്കുള്ള എന്തെങ്കിലും ബ്രീഫ് കിട്ടിയിട്ടുണ്ടോ ഡോണിന്? എനിക്ക് ബ്രോഡർ പിക്ചർ ചെറിയൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഐ ഡോണ്ട് നോ ലൈക്ക് ഇൻ ഡെപ്ത്. ബട്ട് എന്താണ് വാട്ട് എന്നുള്ളൊരു ചെറിയൊരു ബേസിക് ഐഡിയ. അല്ലാതെ മറ്റേ കോൺഫ്ലിക്ട്സോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ഓക്കെ. ഡോണിൻ്റെ നെക്സ്റ്റ് പ്രോജക്ട്സ് അല്ലെങ്കിൽ പൈപ്പ് ലൈനിലുള്ള പ്രോജക്ട്സ് ഏതൊക്കെയാണ് ഇനി റിലീസ് ആവാനുള്ളത്? ഇപ്പോൾ വർക്ക് നടക്കുന്ന ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞ് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ഡയറക്റ്റ് ചെയ്യുന്ന ചാക്കോച്ചനും ദിലീഷേട്ടനും സജിനും ചിദംബരം പ്രോജക്റ്റ്, അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഓക്കെ. തിയേറ്റേഴ്സ്. ഓക്കെ. സോ അതിൽ സൗണ്ട് ഡിസൈനർ ആയിട്ട്? അല്ലല്ല, അതിൽ മ്യൂസിക് കമ്പോസറാണ്. അതെ അതെ. So once again, congrats on success of Lokah. Thank you. And thank you so much for spending your valuable time and sharing the valuable knowledge with us. ഇനിയും നല്ല നല്ല പ്രോജക്ട്സ് കിട്ടട്ടെ, റെക്കഗ്നിഷൻ ഉണ്ടാവട്ടെ. Thank you. Thank you so much.